സൈഫൈ പറഞ്ഞതുപോലെ വെറും പടക്കം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് കോൺഗ്രസ് ഇതിനെ. കാരണം 1 വർഷം മുമ്പ് വന്നതാണ്. വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്ത ശുപാർശ അംഗീകരിച്ചതുമല്ല. അതിനുശേഷം നേരത്തെ സൈഫ് പറഞ്ഞതുപോലെ സർക്കാർ യോഗേഷ് ഗുപ്തയും തമ്മിലുള്ള പോരിനൊക്കെ അതൊരു കാരണമായതും നമ്മൾ കണ്ടതാണ്. അതിപ്പോൾ വീണ്ടും വരുന്നതിനെ കോൺഗ്രസ് ആ രീതിയിൽ തന്നെ എടുക്കാനുള്ള സാധ്യതയാണ് അല്ലേ? എടുത്താൽ സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കാം. ഇപ്പോൾ അതേ അന്വേഷണ സംഘത്തെ വിളിച്ച് ഇതിനകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ആ ശുപാർശ തരൂ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അന്വേഷണ സംഘം അതിനകത്ത് അങ്ങനൊരു ശുപാർശ കൊടുക്കും. സർക്കാരിന് വേണമെങ്കിൽ അത് CBI അന്വേഷണത്തിന് വിടാം. പക്ഷേ CBI അന്വേഷണത്തിന് വിട്ടാലുള്ള കുഴപ്പം അത് നേരെ ഉൾട്ടയായി അത് തിരിച്ചടിക്കുമോ എന്നുള്ള ഒരാശങ്ക സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. അത് പല വിഷയങ്ങളിൽ CBI അന്വേഷണം പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ട് കൊടുത്തിട്ടില്ല. ചില വിഷയങ്ങളിൽ സർക്കാരിന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഈ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായി വേട്ടയാടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം സംസ്ഥാന സർക്കാരും സ്വീകരിച്ച് ഇതിനകത്ത് യഥാർത്ഥത്തിൽ എന്താണോ സംഭവിച്ചത് അത് കണ്ടെത്താതിരിക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന വിമർശനം കൂടി പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ വേണ്ടി കഴിയും. പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് പറയുന്നത് പോലെ തന്നെ 1 വർഷം മുമ്പുള്ള ഫയലാണ്. ആ ഫയലുമായി ബന്ധപ്പെട്ട് ചില നടപടിക്രമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൂർത്തീകരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വരെ ഫയലെത്തിയതാണ്. അതിന് നിയമോപദേശം തേടിയിട്ടാണ് അതിൻ്റെ തുടർ നടപടികളിലേക്ക് അന്ന് കടക്കാതിരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയം ആണ്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു ക്യാമ്പ് 2 ദിവസത്തെ ക്യാമ്പ് നടക്കുന്നു. അതിനിടയിൽ പെട്ടെന്ന് രാവിലെ ഈ ഫയൽ പുറത്തു വരണമെങ്കിൽ അതിന് പിന്നിൽ ചില നീക്കങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങളുണ്ട് എന്ന് പ്രതിപക്ഷം സംശയിച്ചാൽ അതിന് തെറ്റ് പറയാനും കഴിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇങ്ങനെയുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് കാണാൻ കഴിയും. എന്തായാലും ഈ ശുപാർശയുടെ പേപ്പർ അത് ആദ്യമായിട്ടാണ് പുറത്തു വരുന്നത്. ശുപാർശ ഇങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ കേട്ടതിനപ്പുറം ആ പേപ്പറിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് സതീശൻ എന്താണ് ചെയ്തത്. സതീശൻ ബ്രിട്ടനിൽ പോയി, UK പോയിട്ട് 500 പൗണ്ട് ഓരോരുത്തരും തരണം എന്നാവശ്യപ്പെട്ടു എന്ന തരത്തിൽ ഉള്ള പരാമർശങ്ങൾ, അങ്ങനെയുള്ള കണ്ടെത്തലുകൾ ഈ ശുപാർശയിൽ ഉണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് 2 റെക്കമെൻഡേഷനാണ് വെച്ചിരിക്കുന്നത്. ഒന്ന്, ഇത് വിദേശ നാണ്യവിനിമയ ചട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെയാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്തത് എന്ന് ഒന്നാമത്തെ റെക്കമെൻഡേഷനായി നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ റെക്കമെൻഡേഷനായി പറയുന്നത് അത് സ്പീക്കർക്ക് ഉള്ളതാണ്. നിയമസഭാ ചട്ടത്തിലെ 41 പ്രകാരം എന്ത് തുടർ നടപടി വേണമെന്ന് സ്പീക്കർക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ റെക്കമെൻഡേഷനായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് രണ്ടിലും തീരുമാനമെടുത്തിട്ടില്ല. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഈ ഫയൽ ഉണ്ട്. അത് പൂർണ്ണമായും മടക്കിയിട്ടില്ല. ഈ ഫയൽ ഉണ്ട്. ഇതിനെ രാഷ്ട്രീയ പ്രേരിതമെന്ന് പ്രതിപക്ഷം വിളിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ പേപ്പർ പുറത്തു വന്നിട്ടുള്ളത്. ഇനിയുള്ള തുടർ നടപടികൾ അത് സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. മുഖ്യമന്ത്രി ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള തുടർ നടപടി ഈ ഘട്ടത്തിൽ സ്വീകരിക്കുമോ, തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ സ്വീകരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ധന്യ.